എല്ലാ മാന്യ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9-ാം തീയതി നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്നാം മുന്നണിക്ക് എന്തായിരുന്നു കേരളത്തിൽ പ്രസക്തി? പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ദേവികുളം മണ്ഡലത്തിൽ മത്സരിച്ച എസ് രാജേന്ദ്രൻ ഏത് തരത്തിലുള്ള മത്സരമാണ് മുന്നോട്ട് വെച്ചത്? ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് അദ്ദേഹം എന്തെല്ലാം ഈ മണ്ഡലത്തിൽ ചെയ്തു? ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച. ഇന്നിപ്പോൾ അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീ എസ് രാജേന്ദ്രൻ, മുൻ MLA ആണ്. അദ്ദേഹത്തെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യം പോലുമില്ല. ഇത്തവണ അദ്ദേഹം BJP സ്ഥാനാർത്ഥിയായിരുന്നു. ദേവികുളം മണ്ഡലത്തിൽ പൊരിഞ്ഞ പോരായിരുന്നു. 3 മുന്നണികൾ ഒരേ രീതിയിൽ മത്സരിച്ച ഇടമെന്ന നിലയിലാണ് ദേവികുളം അടയാളപ്പെടുത്തപ്പെട്ടത്. സ്വാഗതം സർ. നമസ്കാരം. വണക്കം സർ. ശക്തമായൊരു പോരാട്ടമാണ് ദേവികുളം മണ്ഡലത്തിൽ നടന്നതെന്ന് പറയപ്പെടുന്നു. വളരെ ശക്തനായൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മുൻ പരിചയം എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങൊരു പോരാളിയായി നിൽക്കുന്നത് ഞാൻ നേരിട്ട് കാണുകയുണ്ടായി. എന്താണ് റിസൾട്ട് പ്രതീക്ഷിക്കുന്നത്? ഇതൊരു ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് ഒരു സന്തോഷിക്കാൻ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടല്ല. ഇതൊരു തെരഞ്ഞെടുപ്പും ഒരു ഫൈറ്റ് തന്നെ, ഒരു സമരം തന്നെ. ആ സമരത്തിൻ്റെതായ കാതലായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട്. ജനങ്ങൾ അത് ഉൾക്കൊണ്ടിട്ടുമുണ്ട്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്കാണെങ്കിൽ ആകപ്പാട് കിട്ടിയത് ഒരു 15 ദിവസമാണ്. പണ്ടൊക്കെയാണ് എങ്കിൽ മൂലം മുടുക്കുകളും എല്ലാ വീടുകളുടെ വാതിൽപ്പടി വരെ ഞാൻ പോകാറുണ്ട്. പക്ഷെ ഇത്തവണ മൈക്കിൽ കൂടി പോലും എല്ലാ സ്ഥലത്തും എത്താൻ പറ്റിയില്ല. അത്രയ്ക്ക് സമയം കിട്ടിയുള്ളൂ. എങ്കിലും മത്സരിക്കുന്നുണ്ടെന്നുള്ള ഒരു സന്ദേശം കൊടുക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. എന്നാലും സമ്മതിദായകരുടെ പൊതുജനങ്ങളുടേതായ പറഞ്ഞില്ലേലും നേരിട്ട് ചോദിച്ചില്ലേൽ പോലും അവർ ഉള്ളിൽ ഉൾക്കൊണ്ടു. ഈ വിഷയങ്ങളെ സംബന്ധിച്ചും ധാരണകളെ സംബന്ധിച്ചും ഉൾക്കൊണ്ടു. ഇനിയിപ്പം അതിനെ സംബന്ധിച്ച് പെട്ടിക്കകത്താണല്ലോ ഇപ്പം. എന്നാണേലും മെച്ചപ്പെട്ട സ്ഥിതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ പറയുന്നത്. 4 പ്രാവശ്യം ജില്ലാ പഞ്ചായത്ത് അടക്കം 4 പ്രാവശ്യം മത്സരിച്ചു, 4 ജയിച്ചു. ആ 4 പ്രാവശ്യം ഉണ്ടായിരുന്നതിനേക്കാളും മനസ്സും മൈൻഡും വളരെ ശാന്തമാണ്. നല്ല പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ജയിക്കും എന്ന ഒരു ധാരണ പാർട്ടി കേന്ദ്രങ്ങൾ ഈ ഇലക്ഷന് ശേഷം വിലയിരുത്തപ്പെട്ടിട്ടുണ്ടോ? അതായത് പൂർണ്ണ രൂപത്തിൽ ഞാൻ പറഞ്ഞല്ലോ, പൂർണ്ണ രൂപത്തിൽ എല്ലാ സ്ഥലങ്ങളിലേക്ക് പ്രവർത്തകരും എത്താൻ പറ്റിയിട്ടില്ല. സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് നമുക്കും എത്താൻ പറ്റിയിട്ടില്ല. എന്നാൽ വോട്ടർമാർ, സമ്മതിദായകർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പം LDF UDF പ്രവർത്തനം ഉണ്ടായിട്ട് പോലും നമ്മളെ അനുകൂലിച്ചിട്ടുണ്ട്. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ല, അങ്ങയുടെ അനുഭവ പാരമ്പര്യം ചെറുതല്ലല്ലോ. അങ്ങിപ്പോൾ സൂചിപ്പിച്ചതുപോലെ 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 തവണ ദേവികുളത്തെ പ്രതിനിധീകരിച്ച ശക്തനായ MLA. ഈ തരത്തിൽ അങ്ങേക്കുള്ള ബന്ധം ചെറുതല്ല. ആ ബന്ധങ്ങൾ ഒരു പക്ഷേ CPM അകത്തുള്ളതുപോലെ അത്രയില്ലെങ്കിൽ പോലും ഏതാണ്ട് പകുതിയെങ്കിലും UDF മുന്നണിക്കകത്തുണ്ട്. വ്യക്തിപരമായി ഞങ്ങൾ പലപ്പോഴും അങ്ങ് ഇടതുപക്ഷത്തേക്കാൾ ചേർത്ത് പിടിക്കുന്നത് പോലെ തന്നെ വലതുപക്ഷക്കാരെയും പലപ്പോഴും ചേർത്ത് പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം ബന്ധങ്ങൾ ഇതിനകത്ത് പ്രയോജനപ്പെട്ടോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാഷ്ട്രീയത്തിൻ്റെ അപ്പുറത്തും അതീതമായും ഇല്ലാത്തവർ ആവശ്യപ്പെടുമ്പോൾ ആനുകൂല്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർക്കൊരു മറുപടി കൊടുക്കുക, അവസരം കിട്ടുമ്പോൾ ആനുകൂല്യം അവർക്ക് എത്തിക്കുക. അത് അവരുടെ അവസരത്തിൻ്റെ ഭാഗമാണ്, അവർക്ക് കിട്ടേണ്ടതാണ് എന്നുള്ള ബോധത്തിൽ നിന്ന് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ യാതൊരു ഫലനും പ്രതീക്ഷിക്കാതെ പ്രവർത്തിച്ചതിൻ്റെ ഒരു ഭാഗമാണ് നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇങ്ങോട്ടേക്ക് കിട്ടുന്നത്. പെട്ടെന്ന് നമ്മളിപ്പോൾ മത്സരിക്കണമെന്നില്ല, ഞാൻ മത്സരിക്കത്തില്ലെന്ന് പറഞ്ഞിരുന്നു. മത്സരിക്കത്തില്ല, ഒഴിവാക്കണം, വേറെ ആളുകളെ നിർത്തണം എന്ന് പറഞ്ഞു വരുന്ന അന്ന് തന്നെയാണ് 2 മണിക്കൂർ കൊണ്ട് സ്ഥാനാർത്ഥിയാണെന്ന് അറിയിപ്പ് വരുന്നത്. എന്നാൽ പിന്നെ നോമിനേഷൻ കിട്ടിയതിന് ശേഷമാണ് ആധികാരികതയായി നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കുള്ള അനുഭവങ്ങളിൽ ജനങ്ങളുടേതായുള്ള അഭിപ്രായങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നതിന് മറുപടി പറയാൻ ഒരാൾ ആവശ്യമുണ്ട്. അതിൻ്റെ ഇതിലേക്കുള്ള പ്രതികരണങ്ങളാണ് ഇതിൽ കാണാൻ പറ്റുന്നത്. 15 ദിവസമെങ്കിൽ 15 ദിവസം അങ്ങ് മണ്ഡലങ്ങളിലൂടെ പര്യടനം നടത്തിയല്ലോ. പറ്റുന്നത്ര
പഞ്ചായത്തുകളിലൂടെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ജനങ്ങളുടെ പ്രതികരണം? ഒരു സ്ഥലത്തും ഞാൻ അത് പറയാൻ പോയാൽ ഒരു സ്ഥലത്തും സാധാരണക്കാർ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ വോട്ടർമാർ സമ്മതിദായകർ ആരും ഒരു പ്രതികരണം മോശമായി പറയാൻ കേട്ടിട്ടില്ല. എന്നാൽ രണ്ട് ആളുകളാണ് വളരെ മോശമായ നിലയിൽ പ്രതികരണം അത് പിന്നെ ഫേസ്ബുക്ക് വാട്സപ്പിലോട്ട് സോഷ്യൽ മീഡിയയിൽ വിട്ടത്. അതിൽ ഒരാൾ വിട്ടത് എന്ന് പറഞ്ഞാൽ വളരെ പുരോഗമന ചിന്താഗതിക്കാരനാണെന്ന് തോന്നുന്നു. നാക്കിൽ നിന്ന് ഉദിക്കുന്നതെല്ലാം അത് കൂട്ട് വാക്കുകളാണ്. പക്ഷേ അതെല്ലാം ഞാൻ സ്ഥാനമാനത്ത് ഉള്ളപ്പോഴും LDF മത്സരിക്കുന്ന സമയത്ത് പോലും നേരിട്ട് ചില സ്ഥലത്ത് അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷെ അവരെല്ലാം മാറി തിരിച്ചു വരികയും ചെയ്തു. പിന്നെ ഒരു സുഹൃത്ത് മാത്രം ഒരു ഫേസ്ബുക്ക് ഇട്ടുന്നു, എന്തിനു പോയി തോളത്ത് കയറ്റി ഞങ്ങളിതെല്ലാം കൊണ്ട് നടന്നു, എന്തിനു പോയി? ഞാൻ ചോദിക്കുന്നത്, ഈ പറച്ചൽ പറയുന്നവരോട് ചോദിക്കുന്നത്, 5 കൊല്ലം രാജേന്ദ്രൻ എന്ത് ചെയ്തു? എന്തിനാണ് രാജേന്ദ്രനോട് ഇത്രയും ക്രൂരത എന്ന് ആ പാർട്ടിക്കകത്ത് ഉള്ളിൽ ചോദിക്കാനുള്ള മനോധൈര്യവും ബലവും കമ്മ്യൂണിസത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടും പ്രതികരണ ശേഷി ഉള്ളതാണ് ആ പാർട്ടി. അല്ലാതെ അങ്ങേക്കറിയാലോ, ആ പാർട്ടി സിസ്റ്റമാറ്റിക് ആണ്, വല്ലാതെ കേഡർ സംവിധാനമുള്ളതാണ്, അതൊരു കേന്ദ്രീകൃത ജനാധിപത്യം എന്നൊക്കെ അവർ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. അപ്പോൾ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് അന്ധമായി ഉപജീവിതം നടത്തുന്ന ഒരു സെറ്റ് ആളുകളാണ് ഇത്തരത്തിൽ മോശമായി പ്രതികരിക്കുക. വളരെ ഇപ്പം എന്നെ പറഞ്ഞു, ഞാൻ സഹിക്കാം, പക്ഷേ ഭാര്യയെ പറയുക, മക്കളെ പറയുക, ഇതൊക്കെ എന്ന് പറയുന്നത് എന്നെ അങ്ങനെ ഒന്ന് വേദനിപ്പിക്കാൻ ഈ വാചകങ്ങളൊന്നും പോരാ, അതൊന്നും പോരാ. അതിനേക്കാൾ കടുത്ത നിലയിൽ മാനസികമായി പക്വത കൊണ്ടും സമൂഹത്തിൽ ഇതെല്ലാം കാണും എന്നും കണ്ട ആളാണ് ഞാൻ. അത് അങ്ങ് ആ പാർട്ടിയിൽ നിൽക്കുമ്പോഴും ഇവർക്ക് ഈ സൈബർ സംവിധാനങ്ങൾ ഉണ്ടല്ലോ. അന്നുണ്ട്. അന്നും ശ്രദ്ധിച്ചാൽ അറിയാം, മരണ വീട്ടിലോ കല്യാണ വീട്ടിലോ പാർട്ടി എന്നോടൊപ്പം ആളുകളെ ആരെയും അങ്ങനെ അടുത്ത് ഒരുമിച്ചങ്ങ് പോകാൻ സമ്മതിക്കത്തില്ല. ഒരു വിലക്കുണ്ടായിരുന്നു. അത് ഇപ്പോഴും അന്നും ശ്രദ്ധിച്ചാൽ അറിയാം. ഇന്നെന്ന് വെച്ചാൽ 2021 വരെ, കാലങ്ങൾക്ക് മുൻപേ അങ്ങനെയുള്ളൊരു സമീപനം തുടങ്ങിയിരുന്നു പ്രാദേശികമായി. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്ന ശേഷി ഉണ്ടല്ലോ. അത് കഴിഞ്ഞതിന് ശേഷം 5 കൊല്ലം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാത്ത ആളുകളാണ് തോലത്ത് ചുമന്നു. അവർക്ക് സ്വാധീനം, നമ്മളിപ്പോൾ ഈ പറഞ്ഞ 20 വർഷക്കാലം ഒരു ജനപ്രതിനിധിയായി ഇരുന്നപ്പോൾ അവർക്കും അവരുടെ സഹോദരന്മാർക്കും മറ്റുള്ള ആളുകൾക്കും ഉണ്ടായിട്ടുള്ള സാമൂഹിക സ്വാധീനം, ആ സ്വാധീനത്തിൻ്റെ തണൽ മാറുമ്പോൾ, ചൂട് കൊള്ളുമ്പോൾ, വേദന കൊള്ളുമ്പോൾ പ്രതികരണം ശക്തിയായി വരും. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ അവരുടെ പ്രതികരണം വരുന്നത്. അങ്ങ് വളരെ ജനകീയനായ ഒരു MLA ആയിരുന്നു. ദേവകുളത്തെ സംബന്ധിച്ചിടത്തോളം S. രാജേന്ദ്രൻ എന്ന് പറയുന്നത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ശക്തമായി മണ്ഡലത്തിൽ അടയാളപ്പെടുത്തിയ ആളാണ്. ഇപ്പോൾ MLA ക്വാർട്ടേഴ്സിൽ ചെന്നാൽ പോലും അത് കാണാമായിരുന്നു. ഞാൻ വന്നിട്ടുണ്ട് പലവട്ടം അങ്ങയുടെ ക്വാർട്ടേഴ്സിൽ, അത് കാണാമായിരുന്നു. അപ്പോൾ ഒരു ഇവിടുത്തെ ജനം മാത്രമല്ല, അല്ലാത്ത ജനങ്ങളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ 3 തവണ LDF വേണ്ടി MLA സ്ഥാനത്തേക്ക് മത്സരിച്ചു, ഇപ്പോൾ BJPക്ക് വേണ്ടി മത്സരിച്ചു. ഈ 2 മത്സരങ്ങളെ എങ്ങനെയാണ് കാണുന്നത് പാർട്ടി സംവിധാനത്തിന് കീഴിൽ? ഒരു കാര്യം, ഞാൻ എന്നോട് ഒരു BJPയുടെ ഒരു ഉന്നത നേതാവ് സംസാരിച്ചപ്പോൾ ചോദിച്ചു, എന്താണ് BJPയെ സംബന്ധിച്ച് അങ്ങയുടെ ധാരണ, എന്താണ് CPM വിട്ടപ്പോൾ അങ്ങയുടെ ധാരണ? അപ്പം ഞാൻ പറഞ്ഞു, രണ്ടിലും ഒരു ധാരണയുണ്ട്. കരുതൽ ധനമില്ലാതെ ജീവിക്കാൻ പഠിക്കൂ. കരുതൽ ധനമില്ലാതെ ജീവിക്കുന്നവൻ ഇല്ലാത്തവനാണ്. അവൻ്റെ കൂടെ ജീവിക്കൂ. അപ്പം അതിനൊപ്പം അവനോടൊപ്പം നിനക്ക് നിൽക്കാനും പറ്റും, ഇരിക്കാനും പറ്റും, സന്തോഷിക്കാനും പറ്റും, എല്ലാം കൊണ്ടും നടക്കും. ഇത് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പറയുന്നതാണ്. RSSൻ്റെ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ കണ്ട സഞ്ചിയും വിട്ട് പല സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് ആരുമില്ലാതെ നടന്നു പോകുന്നതും വീട് സന്ദർശനവും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പറയുകയും വ്യക്തികളെ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനമുണ്ട്. അപ്പം ഒരു ഘട്ടത്തിൽ പണ്ടൊക്കെ ഇപ്പോൾ ഞങ്ങളെല്ലാം വളർന്ന സമയത്തെല്ലാം വിവാഹിതരാകാത്തവർ, അങ്ങനെയുള്ള ആളുകൾ, ഫുൾ ടൈം ആയിട്ടുള്ള ആളുകൾ APC കിടന്നുറങ്ങുക, അങ്ങനെ ആ നിലയിലേക്കുള്ള ഒരു സിസ്റ്റമാണ് അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. 2000-ന് ശേഷം വന്നിട്ടുള്ള അംഗസംഖ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെല്ലാം അതിനൊരു വലിയ പഠനം അതിലേക്ക് കണ്ടാലറിയാം.
പക്ഷേ ഈ ബി ജെ പി ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. അതിനകത്ത് RSSന് വേറെ ബന്ധങ്ങളില്ല, മറ്റ് പരിവാരങ്ങൾക്ക് അതിനകത്ത് ബന്ധങ്ങളില്ല. ഇപ്പോൾ BJP മത്സരിച്ചപ്പോൾ BMS പൂർണ്ണമായും പരസ്യമായി ഇറങ്ങി അങ്ങനെ ഒരു പ്രവർത്തനമില്ല. BJP അല്ലാത്ത മറ്റു പരിവാരങ്ങളും അങ്ങനെ ഇറങ്ങിയ ഒരു പ്രവർത്തനമില്ല. അവർക്ക് പറ്റുന്ന പോലെ ഒറ്റയ്ക്ക് പോവുക, പറയുക, ചെയ്യുക, അങ്ങനെയുള്ള പ്രചരണങ്ങളിലൊന്നും അങ്ങനെ ഇല്ലല്ലോ. പക്ഷേ CPM-ൽ അങ്ങനെയല്ല. മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ ട്രേഡ് യൂണിയൻ ഉൾപ്പെടെയുള്ളവർ എല്ലാവരും സകലരും ഒരുപോലെ നിൽക്കും. ഈ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഇല്ലല്ലോ. ഇവരുടെ എൻ്റെ ഒരു പുതിയ അനുഭവമാണ്. എന്നാൽ രാഷ്ട്രീയമായി കണക്കാക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ഇതാണ് ഒരു വലിയ വ്യത്യാസം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, രണ്ടിലും ഒരു വിഷയം എന്ന് പറയുന്നത് കരുതൽ ധനം ഇല്ലാത്തവനോട് ജീവിക്കുക, ഇല്ലാത്തവനെ പോലെ ജീവിക്കുക, മനസ്സിനെ അതിനെ ഒരുക്കുക. ആ സമയത്ത് സ്ഥാനമാനങ്ങളിൽ നമ്മൾ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മാറുമ്പോൾ ആ പ്രാദേശികമായുള്ള സംസ്കാരം അല്ലെങ്കിൽ സാമൂഹ്യ വ്യവസ്ഥയിൽ രൂപപ്പെടുന്ന സംസ്കാരം നമ്മൾ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ അറ്റാക്ക് ചെയ്യും. അതിലിപ്പം ഉദാഹരണത്തിന് BJP-യെ സംബന്ധിച്ച് എന്താണ്, ഭയങ്കരമായി കാശിറക്കും. അപ്പം ഞാൻ എന്ന് ആളുകൾ പറയുന്നതല്ലേ, അങ്ങയുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. എനിക്ക് ആകപ്പാട് നേരിട്ട് ഒരു 5 ലക്ഷം രൂപ ഇങ്ങനെ ഈ നിലയിലേക്ക് പോകുന്ന വണ്ടിക്കൂലികൾ നമുക്ക്, അതായത് പാർട്ടി അല്ലാത്ത നിലയിലേക്ക് ആളുകൾക്ക് കൊടുക്കേണ്ടി വരുമല്ലോ. പാർട്ടി സിസ്റ്റം ഒരു വശത്ത് പ്രവർത്തിക്കും, അതിന് നമ്മുടെ കയ്യിൽ കാശൊന്നും തരില്ല. എൻ്റെ അക്കൗണ്ടിൽ 5 ലക്ഷത്തിന് പകരം ആളുകൾ പറയുന്ന 5 കോടി രൂപയെങ്കിലും ഒരു മണ്ഡലത്തിൽ ചിലവാക്കും BJP. എന്നിട്ട് 25 ലക്ഷം രൂപ അക്കൗണ്ടിലും തന്നു. അപ്പോൾ 25 30 ലക്ഷം രൂപയായി. ചെലവ് എൻ്റെ കണക്ക് കറക്റ്റ് അനുസരിച്ച് 33 ലക്ഷം രൂപയുടെ ചെലവും വന്നിട്ടുണ്ട്. അത്രേ വന്നിട്ടുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ പോസ്റ്ററിങ്, അത് വ്യക്തിപരമായി ഓരോ ആളുകൾ കണക്കൂട്ടിയാൽ എന്ന് വെച്ചാൽ 15 ദിവസത്തെ പണിയേ ഉള്ളൂ. ഇതിനകത്ത് പോസ്റ്ററിങ്, പ്രിന്റിങ്, മൈക്ക്, ഇതിനെല്ലാം ആ ലിമിറ്റിന്റെ ഉള്ളിൽ കൂടിയാണ്. CPM ആണെങ്കിൽ പൈസ എങ്ങനെ? അല്ല, അതൊന്ന് വിട്ടുപോയ കാര്യമാണല്ലോ. നമ്മളത് വിഷയം ക്ലോസ് ചെയ്താൽ പിന്നെ അതിലേക്ക് പോകണ്ടല്ലോ. അത് പോകണ്ട. ഇത് ഞാൻ നേരിട്ട് താങ്കൾ ചോദിച്ചത് കൊണ്ട് വളരെ കറക്റ്റ് പറയുകയാണ്. അങ്ങനെ വളരെ ലിമിറ്റാണ്. അല്ലാതെ അവിടെ നിന്ന് ഇപ്പൊ പെട്ടി കൊണ്ടുവരും, ഇവിടെ പാത്രം എടുത്ത് വെച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറുതെ. അത് എന്നെന്നറിയോ, പണ്ട് കാലത്തേക്ക് ഇപ്പൊ രാജേന്ദ്രൻ A ക്ലാസ് മണ്ഡലമാണ്. A ക്ലാസ് മണ്ഡലം എന്ന് പറയുമ്പോൾ എന്തും ചെയ്തു അങ്ങോട്ട് മെഷീൻ തന്നൊക്കെ അച്ചടിച്ചാൽ കൊടുത്തേക്കുന്നുള്ള മട്ടിലാണ് പ്രചരണങ്ങൾ. പക്ഷെ അതല്ല, നമുക്ക് ഇലക്ഷൻ റൂൾ അനുസരിച്ച് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ആ അക്കൗണ്ടിലേക്ക് അവർ കാശിടും. ആ അക്കൗണ്ടും ഈ പറഞ്ഞത് മാത്രമാണ് നമ്മൾ അഡ്വാൻസ് കൊടുക്കുകയും മറ്റും കാര്യം മുമ്പോട്ട് പോകാൻ പറ്റും. പൈസയുടെ കാര്യം നിൽക്കട്ടെ, ഞാൻ ഈ CPM-ഉം BJP-യും തമ്മിലുള്ള ഒരു അന്തരം, ഈ പ്രത്യേകിച്ച് 2 പാർട്ടികൾ, ഒന്ന് മതേതര മുന്നണി എന്നാണ് CPM പലപ്പോഴും, അല്ലെങ്കിൽ പാർട്ടി എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബഹുസ്വരതയുള്ള രാജ്യമാണെന്ന് അങ്ങേക്കറിയാം. സംസ്കാരത്തിൽ, സാമൂഹ്യമായ വ്യവസ്ഥിതിയിൽ, മനുഷ്യജീവിതത്തിൽ, ഭാഷയിൽ, വേഷത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ആ രാജ്യത്ത് ഈ മതങ്ങളോടുള്ള സമീപനത്തിൽ 2 പാർട്ടിക്കും വ്യതിരിക്തത, ഡിഫറൻ്റ് ആണ് രണ്ടും. അക്കാര്യത്തിൽ അങ്ങയുടെ ഇതുവരെയുള്ള അനുഭവം എങ്ങനെയാണ്? ഞാൻ ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ വളർന്നു വന്നിട്ടുള്ള ഒരു ശൈലിയും ശീലവുമുണ്ട്. ആ ജീവിത ശൈലിയും ജീവിതവും അങ്ങനെ പെട്ടെന്നൊന്നും മാറി മടിച്ചങ്ങ് പോവില്ല. ആ ഒരു മനസ്സുകൊണ്ട്, അതായത് നീതിബോധം എന്ന് ശരിയായി പറഞ്ഞാൽ നീതിബോധം എന്ന് പറയാം. അതിന് 2 വകയിലെടുക്കാം. ഒന്ന്, തന്നിഷ്ടപ്രകാരം തനക്ക് സ്വാധീനവും താൻ ആഗ്രഹിക്കുന്ന മാത്രം നടക്കുന്ന ബോധത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ജോലിയുണ്ട്. എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാവണം, അല്ലെങ്കിൽ മറ്റുള്ളവരും ഉൾക്കൊള്ളണം. നിർബന്ധിക്കണ്ട, ഉൾക്കൊള്ളണം, ശരി വെക്കണം. ഇനി ശരി വെച്ചില്ലെങ്കിൽ പോലും ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് നോക്കുമ്പോഴെങ്കിലും ആ അന്നത്തെ അനുഭവത്തെ അത് ശരിയായിരുന്നു എന്ന് തോന്നിക്കണം. അത് നീതിബോധമാണ്. ഈ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് പ്രസ്ഥാനത്തിനകത്ത് നിൽക്കാൻ പ്രവർത്തിക്കാം. അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ എനിക്ക് താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ പാർട്ടിക്കാരെയും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, അവരും എല്ലാവരും എന്നെ കാണുന്നു, ഞാനും കാണുന്നു. എന്തുകൊണ്ടാണ്? എനിക്ക് അവരിൽ വേറെ വ്യത്യസ്തത കാണില്ല. എനിക്ക് ഏൽപ്പിച്ച പണി, ഞാൻ 20 കൊല്ലം പാർട്ടിയുമായി മാത്രം പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ അന്നും പ്രവർത്തിച്ചപ്പോൾ ഈ 20 കൊല്ലം ഈ പാർട്ടിക്ക് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരുന്ന് പ്രവർത്തിക്കുമ്പോൾ ഈ പാർട്ടിയിലേക്ക് ജനങ്ങളെ അടുപ്പിച്ചത് എങ്ങനെയാണ്? ജാതിയും മതവും നോക്കി അടുപ്പിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം ജനപ്രതിനിധിയായി. അപ്പോഴും എനിക്ക് വോട്ട് എവിടെ നിന്ന് വന്നു? ഈ പറഞ്ഞ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടാണ് അങ്ങനെ ആകുന്നത്. അവസരം കിട്ടിയത് ഒരു CPM പാർട്ടിയിൽ നിന്നാണ്.
അപ്പം അവിടെ എന്തോ ഒരു മെരിറ്റ് ശരി ഉണ്ട് എന്ന് കണ്ടു, അതിനെ അനുസൃതമായി. അത് തന്നെയാണ് ജനങ്ങളും കണ്ടു, ഒരു മെരിറ്റ് എന്തോ ഉണ്ട്, ശരി BJP-യിലേക്ക് പോയി. ഞാൻ കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നു, താങ്കൾ ഏതോ ഒരു മീഡിയ എന്നോട് ചോദിച്ചപ്പോൾ BJP വർഗീയ പാർട്ടിയല്ലേ? ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. താങ്കൾ ചോദിച്ചിട്ടില്ല? ഓ, ക്ഷമിക്കുക. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു, അതിൻ്റെ ഉത്തരം BJP എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാ പാർട്ടിക്കകത്തും BJP ഉണ്ട്. BJP എന്ന് പറയുന്നത് ഉത്തരവാണ് അങ്ങ് പറഞ്ഞത്. വലിയൊരു കാര്യമാണ് അങ്ങ്, ചെറിയൊരു കാര്യം, ചെറിയ കാര്യമല്ല, ബോധ്യത്തിൽ തന്നെയാണ് പറയുന്നത്. അതിനെന്താ കാരണം എന്ന് പറഞ്ഞാൽ, ഏത് പാർട്ടിക്കകത്തും എല്ലാ പാർട്ടിക്കകത്തും ഈ പറഞ്ഞ ചില അംശങ്ങളിൽ അവിശിഷ്ടങ്ങൾ ഇല്ലെന്ന് ആർക്കും നിഷേധിക്കാനാവില്ല. അവരവരുടെ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അളവുകോൾ ഇട്ടത് മനസ്സിലാക്കിയാൽ അറിയാം എല്ലാ പാർട്ടിക്കകത്തും BJP ഉണ്ട്. അങ്ങ് സൂചിപ്പിച്ചു വരുന്നത് തീർച്ചയായിട്ടും മതേതരമായി, മതനിരപേക്ഷമായി, എല്ലാ ജാതി രഹിതമായി, ജാതികൾക്കും അതീതമായി നിന്ന് പെരുമാറാൻ കഴിയുന്ന ഒരു മനസ്സങ്ങേക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തന്നെയാണ് അല്ലേ? തീർച്ചയായും അങ്ങനെ പോകാൻ പറ്റുള്ളൂ. വെച്ചാൽ നമ്മൾ വളർന്നതും ശീലിപ്പിച്ചതും അങ്ങനെയാണ്. ഇപ്പം BJP-യിൽ വന്നതുകൊണ്ട് മറ്റുള്ളവർ അതെങ്ങനെ ഒരു സമൂഹത്തിൽ പറ്റും? BJP-യിൽ RSS-ൽ നിന്ന്, സാഹയിൽ നിന്ന് വന്നിട്ടുള്ളവർക്ക് പോലും, BJP-യുടെ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്ക് പോലും അവർക്ക് അങ്ങനെ വേറെ ഒരു സമൂഹം വേണ്ടെന്ന് നിഷേധിക്കാൻ ഒക്കത്തില്ല. ഈ സാമൂഹിക വ്യവസ്ഥയിൽ അവരെ എല്ലാം ഇപ്പോൾ പുതിയതായോ പഴയതായോ, ഇപ്പോഴും എൻ്റെ അനുഭവം കൊണ്ട്, ഞങ്ങളിപ്പോൾ ഒരു 5-6 മാസമേ ആയുള്ളൂ, പക്ഷേ എല്ലാ സമീപത്തും നമുക്ക് എല്ലാവരുമായി സംയോജിച്ച് പോകത്തക്ക നിലയിലേക്കുള്ള ധാരണയുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും നമുക്ക് മണ്ഡലത്തേക്ക് തിരിച്ചു വരാം സാർ. ഈ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന മെയ് 4-ാം തീയതി ഏതെങ്കിലും ഒരു രാജ 3-ാം സ്ഥാനത്ത് പോകും എന്നങ്ങ് കരുതുന്നുണ്ടോ? പെട്ടിക്കകത്തല്ലേ? പെട്ടിക്കകത്തിരിക്കുന്നത് ഇപ്പം തിരക്കണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് പ്രവചനത്തിനൊന്നും തയ്യാറല്ല. പ്രവചനം എനിക്കുണ്ട്. എല്ലാവരും എന്നോട് പറഞ്ഞു 90,000 വോട്ട് പോലെയുമെന്ന്. ഞാൻ പറഞ്ഞു 110 പോലെയും, 1,10,000 പോലെയുമെന്ന്. അത് 1,10,000 പോലെ ചെയ്തു. വേണമെങ്കിൽ സൂചന തരാം. ഈ ഒരു 25-30 ഇടയ്ക്ക് നിലവിൽ ഉള്ള ആളുകൾക്ക് വോട്ടില്ല. പഞ്ചായത്തിൽ വോട്ട് ചെയ്തു, അസംബ്ലിയിലില്ല. കുറച്ച് വോട്ട് മാറിപ്പോയെന്നിരിക്കട്ടെ. ഇരിക്കുന്നതിൽ ഭൂരിഭാഗം വരുന്നതും ഈ രണ്ട് ഭാഗത്തു നിന്നും കണക്ക് കൂട്ടുമ്പോൾ എനിക്കൊരു 10-20% വരേണ്ട വോട്ടേ അതിനകത്തുള്ളൂ. അപ്പം 20% വോട്ട് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ട് ഇപ്പോൾ അതിനകത്ത്. സാങ്കേതികമായി വരാൻ പാടുള്ളൂ, പക്ഷെ അതിനേക്കാൾ മുകളിൽ വ്യക്തിബന്ധത്തിൽ പിടിക്കും. ഞാൻ പറഞ്ഞത് വരാനിരിക്കുന്ന, അതായത് ഒമിറ്റ് ചെയ്തിട്ടുള്ള വോട്ടുകൾ. ഒമിറ്റ് ചെയ്തതെന്ന് പറയുമ്പോൾ എനുമറേഷൻ നടക്കുമ്പോൾ 2 ഫോമിൽ ഒരെണ്ണം ഒപ്പിട്ട് കൊടുത്തു, ഒരെണ്ണം വീട്ടിൽ വെച്ചു. ആ വീട്ടിൽ വെച്ചത് ഒപ്പിട്ട് ഫില്ല് ചെയ്ത് വീണ്ടും വില്ലേജ് ഓഫീസ് കൊടുക്കണമായിരുന്നു. PRO അത് വളരെ എല്ലാ സ്ഥലത്തും അങ്ങനെ പറഞ്ഞു കാണാൻ സാധ്യതയില്ല, പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത്ര ഒമിഷൻ വന്നത്. അത് കണക്കെടുക്കുമ്പോൾ പോലും എനിക്കൊരു അനുകൂല സാഹചര്യമാണ് അതിനകത്ത് കാണുന്നത്. പിന്നെ BJP-ക്ക് ഈ പറയുന്ന പോലെ അത്രയേറെ വോട്ടുകളില്ല. എന്നാൽ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടും സ്വീകാര്യതയെ സംബന്ധിച്ച് കണക്കിലെടുത്തും ബഹുജനങ്ങളുമായി ഇടപഴകിയ കാര്യത്തിലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 4 പ്രാവശ്യം മത്സരിച്ചപ്പോൾ ഉണ്ടായ മനസ്സിൻ്റെയും മൈൻഡ് സെറ്റിൻ്റെയും നിലവാരം വളരെ സമാധാന അന്തരീക്ഷത്തിലാണ് കിടക്കുന്നത്. കഴിഞ്ഞ തവണ BJP എത്ര വോട്ട് പിടിച്ചു? 3,000-4,000-നുള്ളിൽ. ആ വോട്ട് ശതമാനത്തിൽ നിന്ന്, അതായത് ഒരു 3% വോട്ടാണ് അങ്ങ് 20-24% വർദ്ധിപ്പിക്കാൻ സാധ്യത അല്ലേ? അല്ല, അത് എൻ്റെ കണക്കനുസരിച്ച് ഒരു ബൂത്തിൽ ഒരു 150 മുതൽ 175 വോട്ട് വരെ ആവറേജ് കിട്ടണം. 150 മുതൽ 175 വരെ ആവറേജ് കിട്ടണം. ഈ മലയാളം മേഖലയിലും എല്ലാം കൂട്ടി 215 ബൂത്തിലും. എന്നിട്ട് ഈ ആവറേജ് കണക്കെടുത്തു, അതിലാണ് കിട്ടേണ്ടത്. ഇതിനകത്ത് ആദിവാസി മേഖലയിൽ അവർ മനസ്സ് അറിഞ്ഞ് എനിക്ക് സഹായിച്ചിട്ടുണ്ട്. പ്രവർത്തനങ്ങളെല്ലാം ഒരു വശത്ത് കാണും, പക്ഷെ മനസ്സറിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. തോട്ട മേഖലയിൽ ചിലപ്പോൾ ബൂത്ത് കാണത്തില്ല, പ്രവർത്തനം മറ്റു പാർട്ടികളിലായിരിക്കും. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ നമ്മുടെ വറവ് ആവശ്യമാണ്. മലയാള മേഖലയിൽ വളരെ വ്യക്തിപരമായി എനിക്കറിയാവുന്ന ചില സുഹൃത്തുക്കൾ പോലും അങ്ങനെ കൂട്ടി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് തോട്ടം, അത് അങ്ങനെ സംവിധാനം, അതായത് വേറെ പാർട്ടിയിലാണ് എന്നിട്ട് പോലും തോട്ട മേഖലയാണ്. കാർഷിക മേഖലയിൽ ഒരു ഉള്ളതിൽ
മികച്ച സ്ഥാനാർത്ഥിയാണ്, വരേണ്ട ആളാണ് എന്ന ഒരു മർമറിങ്, അതിനെ സെറ്റിൽ ചെയ്തിട്ടുള്ള കുറച്ച് വോട്ടുകൾ ടീമായിട്ട്. മൂന്നാർ പഞ്ചായത്ത് മാത്രം എടുത്താൽ അങ്ങ് ലീഡ് ചെയ്യാൻ സാധ്യതയില്ലേ? മൂന്നാർ പഞ്ചായത്തിൽ അങ്ങനെ നമുക്കൊരു വ്യക്തമായി ഒരു സ്ഥലത്ത് ഇപ്പം നമുക്ക് പറയാനാവില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു അമിത ആഗ്രഹം കൊണ്ടോ അമിതമായ പെട്ടിക്കകത്താണല്ലോ, അമിതമായ പ്രതീക്ഷ ഒന്നും എനിക്കുമില്ല, പ്രവർത്തകരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മറയൂർ പഞ്ചായത്ത് UDF ലീഡ് ചെയ്യുമെന്ന് അങ്ങേക്കും അറിയാം, എല്ലാവർക്കും അറിയാം അല്ലേ? അത് സ്വാഭാവികമായിട്ട് അങ്ങനെയാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ CPM ലീഡ് ചെയ്യുന്ന പഞ്ചായത്തുകൾ ഏതെങ്കിലും ഉണ്ടാവുമോ മൂന്നാറുമായി ബന്ധപ്പെട്ട്? അവർക്ക് അങ്ങയുടെ ഒരു അനുമാനത്തിൽ ഏതെങ്കിലും പഞ്ചായത്തിൽ? കാന്തല്ലൂരിൽ വേണമെങ്കിൽ ഒന്ന് ലീഡ് വരാം. കാന്തല്ലൂർ പഞ്ചായത്തിൽ ചിന്നക്കനാൽ പ്രതീക്ഷിക്കുന്നില്ല? ഇല്ല. അത് ശരി, അത് പ്രതീക്ഷിക്കുന്നില്ല. ദേവികുളം അവിടെയും അത്തരത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. കാന്തല്ലൂരിലെ പ്രതീക്ഷ ദേവികുളത്തില്ല? ഇല്ല, കാന്തല്ലൂരിൽ ചമ്പക്കാട്, അതായത് ആ കോവിൽക്കടവ് കേന്ദ്രീകരിച്ചുള്ള ഒരു വാർഡുണ്ട്. ഇങ്ങനെ ചമ്പക്കാട്, പാളപ്പെട്ടി, പൊങ്കമ്പള്ളി, കോവിൽക്കടവ്, അങ്ങനെയുള്ള ഒരു റൂമുണ്ട്. അതിൽ ഒന്ന് രണ്ട് വാർഡിൽ ദിണ്ടുക്കുമ്പ് വരെ അങ്ങനെ പെട്ടി തുറന്നാൽ മുഴുവനും LDFന്റെ ആണ്. വലിയ മൃഗീയമായ ഭൂരിപക്ഷം കിട്ടും. ആ ഭൂരിപക്ഷത്തിൽ നിന്ന് 20% കുറയും. ആ പെട്ടിക്കകത്ത് ഒരു 20% വോട്ട് പ്രതീക്ഷിക്കുന്നതിൽ നിന്ന്, നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നതിൽ നിന്നും 20% കുറയും. ബാക്കി മേഖലയിലേക്ക് വരുമ്പോൾ അത്രയും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ മറ്റേ അവരുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുമെന്നാണ് സൂചന വരുന്നത്. ഞാൻ ഒരു സൂചന ഇപ്പൊ തരാൻ ആഗ്രഹമല്ല, പെട്ടിക്കകത്താണ്. ഞാൻ അതിന്റെ ഒരു പ്രാക്ടിക്കൽ മൈൻഡ് ആർക്ക് വേണേലും ഒന്ന് അന്വേഷിച്ചാൽ, ഇപ്പൊ ഇത്രയും സ്ഥലം പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ, നേരത്തെ ചമ്പക്കാട്ടിൽ വേറെ ആർക്കെങ്കിലും വോട്ട് പോകുമെന്ന് ചോദിച്ചാൽ പോവില്ല. ചമ്പക്കാട്, പൊങ്കമ്പള്ളി, പാളപ്പെട്ടി, ദിണ്ടുക്കുമ്പിൽ ആർക്കെങ്കിലും മറിച്ച് വോട്ട് ചെയ്യുമെന്ന് വെച്ചാൽ ഒരാളും വോട്ട് ചെയ്യില്ല. പക്ഷെ ഇത്തവണ അവർ ചെയ്തിട്ടുണ്ട്. ചമ്പക്കാട് കാന്തല്ലൂരാ വരുന്നത്, മറയൂരിലല്ല? അല്ല, കാന്തല്ലൂരാ. ഇത്തവണ അവർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രദേശത്തെങ്ങും ഞാൻ പോയിട്ടുമില്ല. ശരി, പോയിട്ടുമില്ല. വെറുതെ ഞാൻ പറഞ്ഞത്, ഒരു സ്ഥലത്ത് ചെന്നിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് വോട്ട് കിട്ടുമെന്ന്. ആ സ്ഥലത്ത് നമ്മൾ ഒന്നുകൂടി കേന്ദ്രീകരിക്കുമ്പോൾ അവർക്കില്ലാത്ത ഊത്തരങ്ങൾ ചിലതുണ്ടാവും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഉണ്ടാകാൻ പോകുന്നത് അതാണ്. പക്ഷെ അങ്ങനെ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹമില്ല. വീഴുന്നത് ഒരു മത്സരമല്ലേ. എന്താണ് മത്സരത്തിന്റെ മലയാള മേഖലയിൽ അങ്ങയെ സംബന്ധിച്ചിടത്തോളം അങ്ങേക്ക് വലിയ ലീഡ് തന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് വെളിവാസൽ, അടിമാലി, വെള്ളത്തുവൽ, മാങ്കുളം, ബൈസംവാലി പഞ്ചായത്തുകൾ. ആ പഞ്ചായത്തുകൾ ഇക്കുറി അങ്ങനെ ഒരു LDF മേധാവിത്വം? LDFന് കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മുന്നണിയിൽപ്പെട്ട് വന്നതിന് ശേഷമാണ് നല്ല ലീഡ് ഉണ്ടായിട്ടുള്ളത്. അതിനു മുൻപ് 12 വോട്ട്, 120 വോട്ട്, 125 വോട്ടാണ് LDFന് ലീഡ് കിട്ടുന്നത്. അതിനു മുൻപ് UDFന് 3000-4000 വോട്ടാണ് ലീഡ് കിട്ടിയത്. അപ്പോൾ ഇത്തവണ അത് മറിച്ചാണ് കാണുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥാനാർത്ഥികളുടേതായ അവരുടെ താരതമ്യം എന്താണ് എന്ന് ജനം കരുതുന്നുണ്ട്. പൊതുവെ ഇപ്പോൾ ചാനലുകാരെല്ലാം പറയുന്നത് കേരളത്തിലൊരു UDF തരംഗം ഉണ്ട് എന്നാണ്. അതിനുശേഷമുള്ള സർവേ ഒക്കെ പറയുന്നത് ഒരു ചെറിയ നിരാശ LDF കേന്ദ്രങ്ങൾ ഇല്ലാതില്ല, ആത്മവിശ്വാസമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അങ്ങയുടെ ഒരു അനുഭവ പാരമ്പര്യം വെച്ച് അതിനോട് യോജിക്കുന്നുണ്ടോ? അങ്ങനെ തീർച്ചയായും അതിനകത്ത് ഒരു ചലനമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പല സ്ഥലങ്ങളിലും പല കേന്ദ്രങ്ങളിലും ഇപ്പം ഐസാപ്പൊറ്റി UDF സ്വതന്ത്രയാണ്. ജി സുധാകരൻ UDFന്റെ സ്വതന്ത്രനാണ്. TK ഗോവിന്ദൻ, പിന്നെ ഗോവിന്ദൻ, പിന്നെ PK ശശി, അതെല്ലാം മേളിൽ വരാത്ത ആളുകളാണ്. ഞാൻ പറഞ്ഞ MLA-മാരുടെ കാറ്റഗറി. PK ശശി, അൻവർ എല്ലാം. അപ്പോൾ ആലോചിക്കുമ്പോൾ എന്നോടും പറഞ്ഞു, നീ UDFൽ ഒന്ന് പോരെ, നമുക്ക് സ്വതന്ത്രനായിട്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഒരു കിടപ്പ് വശം അതല്ല. ഇവിടുത്തെ ഒരു കിടപ്പ് വശം എന്ന് പറഞ്ഞാൽ ജനകീയ പ്രശ്നങ്ങൾ, വനവും ബന്ധപ്പെട്ട വിഷയങ്ങളും തോട്ടം മേഖലയും ഒക്കെ ആയിട്ട് ആദിവാസി മേഖല വീടുകളൊക്കെ വലിയ പ്രശ്നങ്ങളാണ്. അതിപ്പോൾ LDF വന്നാലും UDF വന്നാലും മൊത്തം കൊടുക്കാൻ പറ്റില്ല.
കൊടുക്കാൻ പറ്റുന്ന ആൾ ഇച്ചിരി താമസിച്ചാണെങ്കിലും കിട്ടാവുന്നത് ഇവിടുന്ന് കിട്ടുള്ളൂ. യു ഡി എഫിലേക്ക് ക്ഷണം ഉണ്ടായിരുന്നതാണ് അല്ലേ? ആണാണ് മത്സരിക്കാനുണ്ടായിരുന്നു. എസ് രാജേന്ദ്രൻ മുൻ MLA UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇവിടെ? അല്ല, അതിനെ അവർ ഉറപ്പിച്ച് കണക്കൂട്ടിയിട്ടല്ലേ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വിജയം മാത്രമാണ് MLA ആകാൻ മാത്രമുള്ള ആഗ്രഹം എന്നുള്ളതല്ല. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം. അതിൻ്റെ നമുക്ക് സാന്നിധ്യം BJPക്ക്, നമ്മുടെ സാന്നിധ്യം അവർക്ക് വേണം, അവരുടെ സാന്നിധ്യം നമുക്കും വേണം. അതിനകത്ത് BJPയും ഇല്ല, ഈ പറഞ്ഞ യാതൊന്നും അവരുടെ മുമ്പിലും ഇല്ല. നമ്മുടെ കേരളത്തിൽ ഒരു ആന്റി ഇൻകംബൻസി ഉണ്ട് എന്ന് തന്നെയാണ് അങ്ങ് പറയുന്നത്. തീർച്ചയായും ഉണ്ട്, അക്കാര്യത്തിൽ തർക്കമില്ല. അത് മുഖ്യമന്ത്രിയോടുള്ള വ്യക്തിപരമായ ഒരു അനിഷ്ടമോ, അത് പാർട്ടിയോടുള്ള അനിഷ്ടമോ, അങ്ങനെയൊക്കെ പറയാൻ കഴിയുമോ? ഒരു കാര്യം പറയാം, അതിൽ 1999 കഴിഞ്ഞിട്ട് 2000 ആണല്ലോ. ഈ 2000-ന് ശേഷം വന്നിട്ടുള്ളവർ അതിന് മുൻപുള്ള അനുഭവവും ജനങ്ങളുടെ ഇടയ്ക്കുള്ള ഇടപെടലുകളും ഇല്ല. അതിനുശേഷം എല്ലാം മീഡിയാസ് കൂടി വന്നു. അപ്പം ചിലപ്പോൾ കമ്മിറ്റി കൂടുന്നതൊക്കെ വാട്സപ്പ് കമ്മിറ്റി ആയിരിക്കും. സന്ദേശങ്ങളൊക്കെ അങ്ങനെയാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്ന നേതാവ് പരമാവധി പരിധിക്ക് ഉള്ളിൽ നിന്നല്ല, പരിധിക്ക് അപ്പുറത്തും കടന്ന് സംരക്ഷിക്കാൻ പരമാവധി ചെയ്യാവുന്ന, ഒരു മനുഷ്യനേക്കാൾ അപ്പുറത്തേക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും ഈ നിയന്ത്രണത്തിൽ നിൽക്കത്തില്ല. അതിന് കാരണം ഇതാണ്, ഈ അനുഭവം കൊണ്ട് നേതാക്കന്മാരെ തിരിച്ചറിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു. സ്പേസിൽ നിൽക്കാൻ പറ്റാതെ പുറത്തു പോയ അങ്ങേപ്പോലുള്ള ചില ആളുകൾ അല്ലേ, അത് ഈ പാർട്ടി നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. അത് നിൽക്കട്ടെ, ഈ കേരളത്തിൽ മഞ്ചേശ്വരം, പാലക്കാട്, ആറ്റിങ്ങൽ, നേമം, പിന്നെ ഒരുപക്ഷെ പറയുന്ന മണ്ഡലം എന്ന് പറയുന്നത് ഒരുപക്ഷെ BJP പിടിച്ചേക്കും എന്ന് പറയുന്നത് ഇങ്ങനെ 4-5 മണ്ഡലങ്ങളാണ്. കൂട്ടത്തിൽ ദേവികുളം പെടും എന്നങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അതായത് ഒരു നിഗമനമുണ്ട്. അതിനെ സംസ്ഥാന തലത്തിൽ രാഷ്ട്രീയ BJPയുടെ ആധികാരികതയെ പങ്കുവെക്കാൻ, ഷെയർ ചെയ്യാനുള്ള അവകാശപ്പെട്ട ആളല്ല ഞാൻ. എന്നിരുന്നാൽ പോലും ഒരു മെച്ചപ്പെട്ട പ്രകടനം കാണുമെന്നുള്ളത് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി. ഒരു 12% നിന്ന് 14%, പിന്നെ 19%, അങ്ങനെയൊക്കെ വർദ്ധിപ്പിച്ച വോട്ടിംഗ് ഷെയർ വർദ്ധിപ്പിച്ച സമയങ്ങളുണ്ടായിട്ടുണ്ട് BJPക്ക്. ഈ തവണ 20% മേൽ വോട്ട് BJP കേരളത്തിൽ പിടിക്കുമെന്ന് കരുതുന്നു. ഉണ്ടാവും. അതുണ്ടാവും. അതിന് ഒരു ഉദാഹരണം പറയാം. BJPയിലേക്ക് ഇടക്കാലം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിപ്പോൾ ഞാൻ വന്നത് കൊണ്ട് പുറത്തെറിഞ്ഞു. പക്ഷെ എൻ്റെ കൂടെ വന്ന ആളുകൾ ഒരുപാടുണ്ട്, എൻ്റെ കൂടെ വരാത്ത ഇതിലേക്ക് കൂടിയവർ ഒരുപാടുണ്ട്. പ്രാദേശികമായി വന്നവർ എല്ലാവരും ഒന്നും ചിത്രത്തിൽ വരുന്നില്ല. ഇനി ചിത്രത്തിലേ വന്നില്ലേലും BJP വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ വേറെയുണ്ട്, അല്ലെങ്കിൽ ഒരു മാറ്റം വരട്ടെ എന്ന്. 28 എസ്റ്റേറ്റുകളുണ്ടല്ലോ, എല്ലാ എസ്റ്റേറ്റിൻ്റെ ഉൾപ്രദേശങ്ങളിലൊന്നും ഞാൻ പോയിട്ടില്ല. എന്നാൽ മൂന്നാറുമായിട്ടുള്ള ഒരു ആഭിനാളി ബന്ധം എനിക്കുള്ളതിൻ്റെ ഭാഗമായി ചിലയിടങ്ങളിൽ സഞ്ചരിച്ചു. എല്ലാ ഉൾപ്രദേശങ്ങളിലും അങ്ങയുടെ പടമുണ്ട്, അങ്ങയുടെ കൊടിയുണ്ട് എന്ന് വേണ്ട, ഒരുപക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ പോലും ഈ എസ്റ്റേറ്റിൻ്റെ വളരെ ഉൾപ്രദേശങ്ങളിൽ ചെന്നെത്താൻ കഴിഞ്ഞിട്ട് പ്രചരണം, അത് അങ്ങേക്ക് ഗുണമുണ്ടാവും. തീർച്ചയായും. അതായത് ലാസ്റ്റ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് 2025 നടക്കുന്നത് വരെ BJPക്ക് തോട്ടം മേഖലയിൽ സ്വാധീനമില്ല, മൂന്നാറിലും ഇല്ല. മറ്റു മേഖലയിലും, എന്ന് വെച്ചാൽ ഈ മണ്ഡലത്തിൻ്റെ മറ്റ് ചില ഭാഗങ്ങളിലുമില്ല. അത് ചിന്നക്കാണൽ, ആ മേഖല ഉൾപ്പെടെ കുടികളിൽ, ആദിവാസി കുടികളിൽ RSSുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട്, BJPക്കാരുണ്ട്. കാന്തല്ലൂരിൽ പണ്ട് മുതലുണ്ട്, വട്ടവടയിലും പണ്ട് മുതലേ ഉണ്ട്. അവിടെ അതിൻ്റെ നേതാക്കൾ 4 സീറ്റ് 3 സീറ്റ് അങ്ങനെ ഇടമലക്കുടി അടക്കം എപ്പോഴും ചില സീറ്റുകൾ. ഇടമലക്കുടി അല്ല, ചിന്നക്കാണൽ ഇത്തവണ 1 സീറ്റ് BJP തന്നെ ജയിച്ചു. അതിൽ ഒരു പരീക്ഷണാർത്ഥം കുറച്ച് ആളുകൾ നിന്നു. എന്നാൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ BJPയിൽ അന്നേരം പോയിട്ടില്ല. നമ്മുടെ കൂടെ നിന്ന ആളുകൾ മറ്റു പാർട്ടിയിലൊക്കെ മത്സരിക്കുന്നുണ്ട്, അവർ ജയിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അന്ന് നമ്മൾ ഇറങ്ങിയില്ല. ഇപ്പോഴും പറയുന്നത് അന്ന് വന്നിരുന്നെങ്കിൽ കുറേ കൂടി സീറ്റ് കിട്ടിയേനെ. പക്ഷേ അതല്ല, നമുക്കൊരു കമ്മിറ്റഡ് ഉണ്ട്. നമ്മളോടൊപ്പം അധ്വാനിച്ച ആളുകൾക്ക് ഒരു അവസരം കിട്ടുമ്പോൾ നമ്മളത് കളയുക എന്നുള്ളതല്ല. അവർ ജയിച്ചിട്ട് അവർ അവസരം എടുക്കട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ വന്നതിന് ശേഷമാണ് ഈ ഒരു 15 ദിവസം കൊണ്ട് എല്ലാ സ്ഥലങ്ങളിലേക്കും പെട്ടെന്ന് എത്തിക്കുവാനും, ആളില്ലാത്ത സ്ഥലത്ത് പോലും അപ്പുറത്ത് ഇരിക്കുന്ന ചില നേതാക്കൾ ഈ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്, കൊടി കെട്ടിയിട്ടുണ്ട് രാത്രിയിലാണേലും. എന്നാൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ 2-3 ദിവസം ഉള്ളപ്പോൾ വ്യാപകമായി LDFിൻ്റെ പ്രവർത്തകർ ബോർഡ് നശിപ്പിക്കുക,
അതായത് കുട്ടിയാർ വേലയിൽ എൻ്റെ ബോർഡ് പടം മാത്രം വെട്ടിമാറ്റി. അങ്ങനെ തോട്ടമേഖലയിൽ പല സ്ഥലത്തും. മാട്ടുപ്പെട്ടിയിൽ CPM-ൻ്റെ ആഫീസിൻ്റെ നേരെ മുൻവശത്തോട് വളവിൽ എൻ്റെ ഒരു നല്ല ഫോട്ടോയുണ്ട്. ആ പഞ്ചായത്ത് എൻ്റെ കാലത്താണ് രൂപീകരണം വരുന്നത്. അത് അങ്ങോട്ടേക്ക് ആ ഫോട്ടോ 2 വട്ടം വെച്ചു, 2 വട്ടം ആ കട്ടൗട്ടർ അങ്ങ് മാറ്റി. അപ്പം എല്ലാ സ്ഥലത്തും പ്രചരണം എത്തി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് മാറ്റാൻ വേണ്ടി ശ്രമിച്ച ഒരു ശക്തിയുമുണ്ട്. അതെ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ഒത്തിരി സംസാരിക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ഇപ്പോൾ UDF അധികാരത്തിൽ വന്നേക്കും എന്ന് പറയുന്ന ഒരു സൂചന സത്യത്തിൽ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ പറയുന്നുണ്ട്. ശരിയോ തെറ്റോ, ചിലപ്പോൾ വരാതിരിക്കാം. ചിലപ്പോൾ LDF തന്നെ 3-ാം സ്ഥാനത്ത് 3-ാം തവണ വന്നെന്നും ഇരിക്കാം. ഇനിയിപ്പോൾ UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഇപ്പോഴേ ആ പാർട്ടി എന്നും അങ്ങനെയാണ്, അങ്ങേക്കറിയാവുന്ന പോലെ ആ പാർട്ടിയിൽ തർക്കവിതർക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആരാവും മുഖ്യമന്ത്രി എന്ന്. LDF ആണെങ്കിൽ പിന്നെ അതിനകത്ത് വിഷയമില്ല, വേറെ ആരും വരാനില്ല, ഒരേ ഒരാൾ മാത്രമേ വരാനുള്ളൂ. ഇത് 4-5 പേര് ഇങ്ങനെ കുപ്പായം തയ്പ്പിക്കുകയാണ്. അങ്ങേക്ക് ഇത് കണ്ടിട്ട് കാര്യം, അങ്ങയുടെ പാർട്ടിയല്ല, എന്നാലും ജനങ്ങളുടെ പക്ഷത്ത് നീന്തിക്കും എന്ത് തോന്നുന്നു? ഈ കോൺഗ്രസിനകത്തെ എത്ര വിള്ളലും പൊട്ടലും ചീറ്റലും ഉണ്ടായാലും പിന്നെയും ഉരുണ്ട് കറങ്ങി അവിടെ തന്നെ കാണും. ഇപ്പോൾ LDF-ൽ നിന്ന് വിട്ടുപോയി BJP-യിലേക്കോ മറ്റു ഇതിലേക്ക് പോകുന്നത് പോലെയുള്ള ഒരു ഉളുക്ക് കോൺഗ്രസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. അങ്ങ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് അങ്ങ് പറയുന്നത്. വളരെ ശരിയാണ്. താൽക്കാലികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ ഒരാൾ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആ ഗ്രൂപ്പ് അങ്ങ് മാറും, അദ്ദേഹത്തിന്റെ ഒരു ഗ്രൂപ്പായി മാറും. അതാണ് അതിന്റെ പ്രസക്തി. ഇപ്പോൾ KC വേണുഗോപാൽ പ്രധാനപ്പെട്ട, അതായത് കേരളത്തിലിരിക്കുന്ന എല്ലാവർക്കും ഒരു അഭിമാനമായ ആൾ തന്നെയാണെന്ന് വെച്ചോ. അതുപോലെ ഇപ്പം MA ബേബി ജനറൽ സെക്രട്ടറിയാണ്, ഒരു അഭിമാനമായ ആൾ തന്നെയാണ് കേരളത്തിൽ നിന്ന് ഒരു നേതാവ് കിട്ടുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുന്ന മുറയ്ക്ക് ഇപ്പം KC നിശ്ചയിക്കുന്ന ആളുകളാണല്ലോ പ്രധാനമായി വരുന്നത്. അപ്പം നമുക്കറിയാത്ത ഉള്ളിൽ KC-യുടേതായ ഒരു ചുറ്റുണ്ട്, ഒരു ഭ്രമണപഥം ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒന്നും പുറത്തേക്ക് പോകാനും വരാനുമില്ല. എന്താ ഇതിനകത്ത് പ്രശ്നം? BJP-യുടെ ഒരു ഡെവലപ്മെൻറ്റ് വന്നപ്പോൾ ആ വോട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട CPM-ൻ്റെ ആളുകൾ മാറി വരുമ്പോൾ, അല്ലെ LDF-ൻ്റെ പ്രവർത്തകർ മാറി വരുമ്പോൾ ആ വോട്ട് ആരെ സ്വാധീനിക്കും, എങ്ങനെ വരും എന്നുള്ളതാണ് ഭരണത്തിനെ നിർണ്ണയിക്കാനുള്ള വോട്ടുകളായി മാറുക. ഒരു 5 വർഷം UDF-ന് സാധ്യത വരുന്ന ആളാണ് കൂടുതലും. കാരണം BJP-യുടെ വോട്ടുകൾ, അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുമ്പോൾ ആ ശതമാനം നഷ്ടമാവുന്നത് പലപ്പോഴും LDF-നായിരിക്കും, UDF-നേക്കാൾ ഉപരി. അത് UDF-ന് ഒരു 5 വർഷത്തെ സാധ്യത പറയുന്നുണ്ട് പലരും. കാരണം 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സാധ്യത ഉണ്ടാവണമെന്നില്ല. അതിൻ്റെ കാരണം ഒരുപക്ഷെ ആ പാർട്ടിക്കെതിരെ തന്നെ ജനവിരുദ്ധ അഭിപ്രായം ഉണ്ടാവാം, ഒപ്പം BJP ശക്തമായി വളർന്നെന്നും വരാം. ഏതായാലും സമയം കഴിഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. അങ്ങേക്ക് അവസാനമായി എന്തൊക്കെ പറയാനുണ്ട്? ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ്. ഒന്നിൽ നിന്നും പഠിച്ച പാഠങ്ങളാണ് മറ്റൊന്നിലേക്ക്. എന്നാൽ ഇതെല്ലാം നിഷേധിക്കപ്പെടുന്ന ഇതല്ല. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് പ്രതികരണത്തിൻ്റെ ഭാഗമായി നമുക്ക് നേടാൻ പറ്റുന്നതുമാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതിൽ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് എന്ത് ലഭ്യമാക്കാൻ പറ്റും അതുമാത്രമാണ്. ബാക്കി ഇപ്പം നമ്മളെ സംബന്ധിച്ചോ, ഒരു വ്യക്തിയെ സംബന്ധിച്ചോ, പ്രസ്ഥാനത്തെ സംബന്ധിച്ചോ അത് രാഷ്ട്രീയമായി വരുന്ന പ്രചരണങ്ങളായി കണക്കാക്കി ഒഴിവാക്കുക എന്നുള്ളതേ ഉള്ളൂ. അങ്ങേക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ തുറന്നു കിട്ടിയിരിക്കുന്നത് എന്ന് പരക്കെ ഒരു അഭിപ്രായമുണ്ട്. എനിക്കുണ്ടായ അഭിപ്രായം. അത് തോന്നുന്നുണ്ടോ? അങ്ങേക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായും. ഞാൻ മൈൻഡ് സെറ്റ് ഫ്രീ ആണ്, ഹൃദയം വളരെ ഫ്രീ ആണ്, ഒരു സ്വാതന്ത്ര്യബോധം. ആരും കൂച്ചുവലങ്ങുന്നുണ്ട്? ഒന്നുമില്ല. വളരെ ഫ്രീ ആയിട്ടാണ് തോന്നുന്നത്. അത് നമ്മൾ ചിറകരിയുക, പറക്കാൻ വെമ്പുന്ന ഒരു പക്ഷിയുടെ ചിറകരിഞ്ഞ അവസ്ഥയാണ് പലപ്പോഴും, അല്ലെങ്കിൽ കൂട്ടിലാക്കപ്പെടുന്ന അവസ്ഥയാണ് പലപ്പോഴും, അല്ലേ? നേരത്തെ. പക്ഷെ ഇതെല്ലാം പറയുമ്പോഴും നമ്മളൊരു മനുഷ്യനായി ഈ രൂപത്തിലേക്ക് നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ഒരു ഡൈ ഉണ്ട്, ഒരു മോൾഡ്, ഒത്തിരി കാലമായി. അപ്പോൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, മണിയാസൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ വിട്ടാരെന്ന് പറയും. എന്താ കാര്യം? അപ്പം പറയും ഇത് ഇങ്ങനെ പറയണം. അപ്പം ഞാൻ പറയും, എൻ്റെ പേരിൽ എന്തോരം നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ടാവും, എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടാവും, അതിലൊരു 10 പ്രാവശ്യം മോശം പറയണ്ടേ? അത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അദ്ദേഹത്തിന് വേറെ ആരും ഒന്നും പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും അതൊക്കെ നല്ലൊരു ചിന്തയാണ്. കാരണം വെച്ചാൽ അങ്ങയുടെ ഇത്രയും കാലത്തെ പ്രവർത്തനത്തിൽ നിന്നും സ്വരുക്കൂട്ടിയ, കാച്ചിക്കുറിക്കിയ ചില മൂല്യബോധത്തിൽ നിന്നാണ് അങ്ങ് ഇതൊക്കെ പറയുന്നത്. അതിനകത്ത് ശത്രുതയില്ല, ഇല്ലേ? അങ്ങയെ പോറ്റി വളർത്തിയ പാർട്ടിയോടുള്ള നിഷേധവുമല്ല, നേരെ മറിച്ച്
മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ എത്തുന്നു. ആ പ്ലാറ്റ്ഫോമിൽ നാം ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്നു എന്നാണ് അല്ലേ? തീർച്ചയായും നല്ലത് വരട്ടെ എന്നാണ് സാർ എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അങ്ങേക്ക് എല്ലാ ജയഭാവുകങ്ങളും. വളരെ നന്ദി. ചർച്ച കഴിയുമ്പോൾ വലിയ അവകാശവാദങ്ങളൊന്നും ശ്രീ എസ് രാജേന്ദ്രൻ മുൻ MLA മുന്നോട്ട് വയ്ക്കുന്നില്ല. പക്ഷേ ഒരു മത്സരം നടത്താൻ കഴിഞ്ഞുവെന്ന് അഭിമാനപൂർവ്വം അദ്ദേഹം പറയുന്നുണ്ട്. തന്നെയുമല്ല, ഒന്നിലധികം തവണ അദ്ദേഹം മനസ്സ് ശാന്തമാണെന്നും സ്വതന്ത്രമാണെന്നും പറയുകയുണ്ടായി. ആ മുഖത്ത് ഒരു ശാന്തത കളിയാടുന്നുമുണ്ട്. നമുക്ക് കാത്തിരിക്കാം എന്താണ് റിസൾട്ട് എന്നറിയുന്നതിന് വേണ്ടി 4-ാം തീയതി വരെ. നന്ദി, നമസ്കാരം.